നമസ്കാരം. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ശമ്പള ബിൽ മാറുന്നതിന് സ്ഥാപന മേലധികാരിക്ക് പുറമെ ഉന്നത അധികാരി കൂടി പാസ്സാക്കണമെന്ന GOP നമ്പർ 4/2026 14/1/2026 പുതിയ ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 30/9/2024 സർക്കാർ ഇറക്കിയ GOP നമ്പർ 85/2024 ഉത്തരവ് ഇതേ നിർദ്ദേശം തന്നെയാണ് നൽകിയിരുന്നത്. വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് 21/10/2024 ആ ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചിരുന്നു. 30/9/2024 ഉത്തരവിലെ പ്രതിഷേധത്തിന് കാരണമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന അവകാശത്തോടെയാണ് 14/1/2026 സർക്കാർ പുതിയ വിവാദ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്ഥാപന മേധാവികളായ DDOമാർ തന്നിഷ്ടപ്രകാരമല്ല സ്പാർക്കിൽ ബില്ല് തയ്യാറാക്കുന്നത്. ഓരോ സ്ഥാപനങ്ങളിലെയും സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് തസ്തിക നിർണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പാർക്കിൽ ഓരോ സ്ഥാപനത്തിലും എത്ര ജീവനക്കാർ, അവരുടെ സ്കെയിൽ ഓഫ് പേ, അവരുടെ ബേസിക് പേ, മറ്റ് അലവൻസുകൾ ഇതൊക്കെ നേരിട്ട് മനസ്സിലാക്കി ഉന്നതാധികാരി ഓതറൈസ് ചെയ്താലേ ബന്ധപ്പെട്ട എയ്ഡഡ് സ്ഥാപനത്തിലെ DDOമാർക്ക് ഓരോ മാസത്തെയും ബില്ല് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ശമ്പളഘടനയിൽ മാറ്റം വരുത്തുവാനോ പുതിയ ജീവനക്കാരെ സ്പാർക്കിൽ ഉൾപ്പെടുത്തുവാനോ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ DDOമാർക്ക് അധികാരമില്ല. ഉന്നത അധികൃതർ ബന്ധപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ പാസ്സാക്കിയെങ്കിലേ ഇതിനൊക്കെ മാറ്റം വരികയുള്ളൂ. ഒരു ജീവനക്കാരനെ ഇൻക്രിമെൻ്റ് പാസ്സാക്കുന്നതിന്, ഒരു ജീവനക്കാരന് ഗ്രേഡ് പ്രൊമോഷൻ അനുവദിക്കുന്നതിന്, പ്രൊമോഷൻ അംഗീകരിച്ച് ശമ്പള വർധനവ് വരുത്തുന്നതിന് ഉന്നത അധികാരികൾക്കാണ് ഇപ്പോഴും അധികാരം. സ്ഥാപന മേധാവികളായ DDOമാർ ഇത് ഫോർവേഡ് ചെയ്യുന്നു എന്നുള്ള ഉത്തരവാദിത്വം മാത്രമാണ്. LP UP എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ച് AEO ഓതറൈസ് ചെയ്തവരുടെ ശമ്പള ബില്ലുകളെ DDമാർക്ക് സ്പാർക്കിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഹൈസ്കൂൾ ആണെങ്കിൽ DEOയും, ഹയർ സെക്കൻഡറി ആണെങ്കിൽ RDDയും, എയ്ഡഡ് കോളേജുകളാണെങ്കിൽ കോളേജ് എഡ്യൂക്കേഷനിലെ ഉന്നത അധികൃതരാണ് ഇതിനായി അനുവാദം നൽകേണ്ടത്. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ സ്ഥാപന മേധാവികളായ DDOമാരുടെ ഉത്തരവാദിത്വം ഉന്നത അധികൃതർ ഓതറൈസ് ചെയ്ത് അനുസരിച്ചുള്ള മാസ ശമ്പള ബില്ലുകൾ സ്പാർക്കിൽ യഥാസമയം പ്രോസസ്സ് ചെയ്ത് ട്രഷറിക്ക് നേരിട്ട് നൽകുക എന്നത് മാത്രമാണ്. ഇതിലാണ് ഇപ്പോൾ പുതിയ ഉത്തരവിലൂടെ മാറ്റം വരുത്തിയിരിക്കുന്നത്. DDOമാർക്ക് സ്വന്തമായി ഒരു മാറ്റവും വരുത്തുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എന്തിനാണ് അവസാന ഘട്ടത്തിൽ ഉന്നതാധികാരിക്ക് പാസ്സാക്കാൻ എന്നുള്ള ഒരു റോള് അനുവദിച്ചിരിക്കുന്നത്? പുതിയ ഉത്തരവ് പറയുന്നു, ഓരോ മാസത്തെയും ശമ്പള ബില്ല് മാസാവസാനത്തിൻ്റെ 5 വർക്കിംഗ് ഡേയ്സിന് മുമ്പ് ഉന്നത അധികൃതർക്ക് സമർപ്പിക്കണം, തിരക്കൊഴിവാക്കാനായിട്ടും പാസ്സാക്കുന്നതിനും വേണ്ടി. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 ആർട്ടിക്കിൾ 75 പറയുന്നു, 3 വർക്കിംഗ് ഡേയ്സിന് മുമ്പാണ് ബന്ധപ്പെട്ട ട്രഷറിയിൽ ശമ്പള ബില്ല് സമർപ്പിക്കേണ്ടത്. ചുരുക്കത്തിൽ എയ്ഡഡ് സ്ഥാപനത്തിലെ ഓരോ DDOമാരും ഓരോ മാസത്തിലും 20-ാം തീയതിക്ക് മുമ്പ് തന്നെ തനത് മാസത്തെ ശമ്പള ബില്ലിൻ്റെ പ്രോസസ്സിംഗ് നടപടികൾ ആരംഭിക്കേണ്ടതാണ്. 20-ാം തീയതിക്ക് ശേഷം ആ സ്ഥാപനത്തിലെ ഏതെങ്കിലും ജീവനക്കാരൻ ഹാഫ് പേ ലീവോ അല്ലെങ്കിൽ ലീവ് വിത്തൗട്ട് അലവൻസോ അല്ലെങ്കിൽ ശമ്പളത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലോ ഉണ്ടാകുകയാണെങ്കിൽ എങ്ങനെ അത് പരിഹരിക്കപ്പെടാൻ സാധിക്കും? ചുരുക്കത്തിൽ ഇങ്ങനെയുള്ളപ്പോൾ ഏറെ കാലതാമസം നേരിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് പുതിയ ഉത്തരവ് ഉപകരിക്കുകയുള്ളൂ. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ മാസ ശമ്പള ബില്ലുകൾ പാസ്സാക്കുന്നത് താമസിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇതിൻ്റെ മുന്നിലും പിന്നിലും നിലനിൽക്കുന്നത്. എയ്ഡഡ് സ്ഥാപനങ്ങളോട് എന്തിനാണ് ഈ വിവേചനം? സർക്കാർ ജീവനക്കാരെ പോലെ തന്നെയല്ലേ എയ്ഡഡ് സ്കൂൾ ജീവനക്കാരും? ഡിജിറ്റൽ യുഗത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലവിധ കാര്യകാരണങ്ങൾ പറഞ്ഞ് കാലതാമസം വരുത്താനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ശമ്പള ബില്ലിനൊപ്പം എല്ലാ രേഖകളും ഹാജരാക്കിയാലേ ഉന്നതാധികൃതർ മാസ ബില്ലുകൾ പാസ്സാക്കൂ. ബില്ല് പാസ്സാക്കുന്നതിൻ്റെ പുരോഗതി പരിശോധിക്കുവാൻ സ്പാർക്കിൽ ഡാഷ്ബോർഡും ക്രമീകരിക്കുമെന്ന് പുതിയ ഉത്തരവിൽ പറയുന്നു. വിദ്യാഭ്യാസ ഓഫീസുകളിലെ ഉന്നത അധികാരികളുടെ റിട്ടയർമെൻറ്റ്, സ്ഥലം മാറ്റം, പ്രൊമോഷൻ, അതോടൊപ്പം തന്നെ ലീവ്, ഡിജിറ്റൽ സിഗ്നേച്ചർ തയ്യാറാക്കൽ, ഇതിൻ്റെയൊക്കെ പേരിൽ കാലതാമസം നേരിടുക സ്വാഭാവികമാണ്.
എയ്ഡഡ് മേഖലയിലെ ജീവനക്കാരെ രണ്ടാം തരമാക്കുന്ന രീതിയാണ് പുതിയ ഉത്തരവ്. മാസത്തിന്റെ ആദ്യ ആഴ്ചയിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം എന്നത് പുതിയ ഉത്തരവിലൂടെ മുൻപോട്ട് ആഴ്ചകൾ പിന്നിടുമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. മാസ ശമ്പള ബില്ലുകൾ മാറിക്കിട്ടുവാൻ കാലതാമസം വരുന്ന സാഹചര്യത്തിൽ 14/1/2026 പുതിയ ഉത്തരവ് ഉടനടി പിൻവലിക്കണമെന്ന് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപക അനധ്യാപക സമൂഹം ഒന്നടങ്കം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. താങ്ക് യു.